ഒരു സാമ്പ്രാണിത്തിരിയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ? ദൈവമില്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ പിണറായി ഇല്ലായിരുന്നെങ്കിലോ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലെ തള്ള്. ഒരു പ്രളയം അങ്ങോട്ട് വന്നതേ ഉള്ളൂ. പിണറായി ആയിരുന്നെങ്കിൽ, അതായത് 2018 പ്രളയം നടത്തുമ്പോൾ പിണറായി ഇല്ലായിരുന്നെങ്കിലോ ഇവിടെ കേരളം എങ്ങനെ അതിജീവിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടെ പിണറായിയുടെ എന്തൊക്കെ പിണറായി എവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നോ ആ കുണ്ടിൽ നിന്നും വലിച്ചു പൊക്കിക്കൊണ്ട് വന്ന് തള്ളി 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 പിണറായി ഇല്ലായിരുന്നേ കേരളം ആ പ്രളയം അതിജീവിക്കത്തില്ലായിരുന്നു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. 2 ദിവസമെങ്കിലും ഇടി പേടി ഒഴിവാക്കി പിണറായി സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ എന്ന് സഹാക്കളും വിചാരിച്ചാണ് ഇങ്ങനെ പുകഴ്ത്തുമ്പോഴേ. അതെ, ക്യാപ്റ്റനെ പുകഴ്ത്തുന്നത് വലിയ ഇഷ്ടമാണല്ലോ. പക്ഷേ ക്യാപ്റ്റനെ പുകഴ്ത്താൻ വേണ്ടി ഇവർ വി ഡി സതീശനെ താറടിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. പക്ഷെ അതെല്ലാം ഒന്നൊന്നായി പൊളിഞ്ഞ് അവസാനം ഒറ്റ ബിജിലിമോൻ കാരണം മുഴുവൻ പൊളിഞ്ഞ് പോലീസായി നീക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ നാട്ടിൽ പല ഭാഗങ്ങളിൽ ഇത്തരം ബിജിലിമോന്മാരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അവരൊന്നും ടി വിയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ വന്നിട്ടില്ലെന്നല്ലേ ഉള്ളൂ. ഇഷ്ടംപോലെ ആളുണ്ട് ഇതുപോലെ. ഈ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി അറിയാലോ, ഓരോരുത്തരുടെ കമന്റ് കാണുമ്പോൾ അറിയാലോ എന്തെല്ലാം കമന്റ്. അല്ലെ, ഇവര് പറയുന്നതനുസരിച്ച് 2018 പ്രളയം വന്നപ്പോഴും പിന്നീട് കോവിഡ് വന്നപ്പോഴും പിണറായി വിജയൻ ഒന്നും കഴിക്കത്തില്ലായിരുന്നു, വെള്ളം മാത്രമേ കുടിക്കത്തുള്ളായിരുന്നു. വല്ലപ്പോഴും അങ്ങനെ ഒരു പഴവും അതിൻ്റെ തൊലിയും കൂടെ കഴിച്ചെങ്കിലായി, ബാക്കി സമയത്ത് ഒന്നും കഴിക്കില്ല. അദ്ദേഹം ഈ കേരളത്തിൻ്റെ തൻ്റെ പ്രജകളുടെ ഈ വിഷമതകളിൽ അനുശോചിച്ചും ദുഃഖം പ്രകടിപ്പിച്ചും അദ്ദേഹം ഭക്ഷണമേ ഒഴിവാക്കിയിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് പ്രിയപ്പെട്ട നെയ്മീനും അദ്ദേഹം ഒഴിവാക്കി. കടലിൽ ജീവിച്ചോട്ടെ, നെയ്മീനുകൾ കടലിൽ ജീവിക്കട്ടെ, അത് നമ്മൾ പിടിച്ച് തിന്നാൻ പാടില്ലല്ലോ. ഇതിപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവർ 2-3 ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, വി ഡി സതീശൻ ഹെലികോപ്റ്റർ എടുത്ത് അമ്മായിപ്പനെ കാണാൻ പോയി. 2, പാണക്കാട് വിഭവങ്ങൾ വെട്ടി വിഴുങ്ങാൻ പോയി. ഇവിടെ മഴക്കെടുതി നടക്കുമ്പോൾ പിന്നെ മുന്നൊരുക്കങ്ങളൊന്നും നടന്നിട്ടില്ല, എല്ലാം പരാജയപ്പെട്ടു പോയി. എല്ലായിടത്തും പ്രളയം ഉണ്ടാകാനുള്ള കാരണം റാന്നിയിൽ പ്രളയം ഉണ്ടായത് ഡാം തുറന്നു വിട്ട വിവരം അറിയിക്കാഞ്ഞുകൊണ്ടാണ്. ഡാം തുറന്നു വിട്ട മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടു. ഡാം തുറന്നു വിട്ട് കേരളത്തിന് മൊത്തം 2018 മുഖ്യമന്ത്രിയെ കുറിച്ച് പിന്നെ ഈയിടെയും പുതിയ വാർത്തകൾ. അതെ 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 അതെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത് പരിശോധിച്ച് വരുമ്പോൾ ആദ്യത്തെ കാര്യം, വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ കയറി ഇന്നടത്തും അമ്മായിച്ചനെ കാണാൻ. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം? ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുക, ഓടിയാലും ഓടിയില്ലേലും പറന്നാലും പറന്നില്ലേലും 1 കോടി രൂപ മാസം കൊടുക്കണം. അത് വല്ലാത്ത ഒരു കമ്മീഷൻ ഇടപാട് തന്നെയാണ്. കമ്മീഷൻ അല്ല, വല്ലാത്ത ഒരു കരാറാണ് ഈ ഹെലികോപ്റ്ററുമായിട്ട്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം, കാരണം ഏതെങ്കിലും സഹാക്കൾക്ക് ഇതിന്റെ ഒരു വീതം ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പറക്കാത്ത ഹെലികോപ്റ്ററിന് 1 കോടി രൂപ മാസം തോറും കൊടുക്കുന്നത്? ഒരു വർഷം എത്ര 12 കോടി രൂപ ആ വഴിക്ക് അങ്ങ് മാറും. പറന്നാലും പറന്നില്ല, ഇനി പറന്നാൽ അഡീഷണൽ പൈസ കൊടുക്കണം. അതുകൊണ്ട് അതെ, അങ്ങനെ എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററാണ്. ഇതിൽ ഇദ്ദേഹം പോയത് എന്തിനു വേണ്ടിയാണ്? സർക്കാരിൻ്റെ പരിപാടിക്ക് വേണ്ടിയാണ് അദ്ദേഹം എറണാകുളത്ത് പോയതിന് ശേഷം അദ്ദേഹം ഹെലികോപ്റ്റർ ഒഴിവാക്കി, അവിടെ ചെന്ന് ഇറങ്ങി ഹെലികോപ്റ്റർ ഒഴിവാക്കി. അതിനുശേഷം അദ്ദേഹം ഈ ഔദ്യോഗിക ചടങ്ങുകളിൽ പങ്കെടുത്തു. അവിടെ ചെന്ന് കണ്ടതിന് ശേഷം അദ്ദേഹം പോയി പാണക്കാട് പോയി. അവിടെ എന്തോ പ്രോഗ്രാമായിട്ട് ഹരിദാസ്, നേരത്തെ നമ്മുടെ രാജ്യസഭാ അംഗമൊക്കെ ആയിരുന്ന വളരെ പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹമാണ് 1980 ആര്യാടൻ മുഹമ്മദിന് പിന്നെ മന്ത്രി ഇരിക്കുമ്പോൾ അദ്ദേഹം MLA അല്ലാത്തവൻ രാജിവെച്ചു കൊടുത്ത ആൾ. പകരം അദ്ദേഹത്തെ രാജ്യസഭാ അംഗമാക്കിയിരുന്നു. വളരെ ഒരു തനി ഗാന്ധിയനാണ്. ഇപ്പോഴും പഴയ തലമുറയുടെ ആദർശമൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സുഖമില്ലാന്ന് തോന്നുന്നു അദ്ദേഹത്തെ. അതിനുശേഷം പാണക്കാട്ട് ഒരു ലീഗ് പ്രവർത്തകൻ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഫുഡും കഴിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരികെ പോരുകയും ചെയ്തു. അപ്പോൾ സതീശൻ അമ്മായിയപ്പനെ കാണാൻ പോകാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ഇവരുടെ ആരോപണം. അത് പക്ഷേ മൊനയൊടിഞ്ഞു പോയതിൻ്റെ. പക്ഷെ പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിനും ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചായിരുന്നു. അത് ചോദിക്കാൻ പാടില്ലല്ലോ, അതിന് യാതൊരു പ്രശ്നവുമില്ല. പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിന് അത് മുഖ്യമന്ത്രി മാത്രമല്ല ക്യാപ്റ്റൻ കൂടിയാണ്. ക്യാപ്റ്റൻ എന്തോ ആയതുകൊണ്ട്. അപ്പം വേറെ ഒരു മറ്റൊരു ആരോപണം എന്തായിരുന്നു? ഈ ഭക്ഷണം കഴിച്ചു അദ്ദേഹം കോഴിക്കാല്, ഇവിടെ ജനം ഭക്ഷണം കഴിക്കാൻ എല്ലാം നിൽക്കുമ്പോൾ അദ്ദേഹം കോഴിക്കാലും തിന്ന് വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു. പ്രളയം നടക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്? അപ്പോൾ പിണറായി വിജയൻ പ്രളയം നടക്കുന്ന സമയത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നിരാഹാര വ്രതത്തിലായിരുന്നു. ഒരു വെള്ളവും ഒരു ചെറിയ പഴവും മാത്രമാണ് കഴിച്ചത്. അത് തൊലിയോടുകൂടിയാണ് കഴിച്ചത്. അത് എങ്കിൽ മാത്രമേ വിശപ്പടക്കും. അപ്പോൾ അദ്ദേഹം അത്രയും വലിയ പുണ്യാത്മാനായ ആളായിരുന്നു. മഹർഷി. കമണ്ഡലുവിൻ്റെയും
യോഗദണ്ഡിന്റെയും കുറവുകൂടെ ഇഷതുല്യനായിരുന്നു അദ്ദേഹം മെലിഞ്ഞുപോയി, വളരെ മെലിഞ്ഞുപോയി. അപ്പൊ ആ സമയത്ത് അദ്ദേഹം നെന്മീനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. നെന്മീനില്ല, നെയ്മീനല്ല, അദ്ദേഹത്തിന് ഒരു പ്രത്യേക കടലിലെ നെയ്മീനാണ്. അറബിക്കടലാണോ ബംഗാൾ കടൽ, അത് ഒരു കടലിലെ നെയ്മീൻ മാത്രമേ കഴിക്കൂ, കടലാണ് കഴിക്കുകയില്ല. അതിനു മുമ്പ് ചാളയം പറക്കി തിന്ന് നടന്നുകൊണ്ട് ഇരുന്ന ആ ടീമാണ്. അപ്പോൾ എന്താണെങ്കിലും അത് അങ്ങനെ ഒരു സംഭവം. പിന്നെ പറയുന്നത് എന്തൊരു, പ്രളയത്തിന് മുമ്പ് കോർഡിനേഷൻ ഉണ്ടായില്ല, കൃത്യമായ കോർഡിനേഷൻ ഇവിടെ ഉണ്ടായി. അതായത് ജൂലൈ 29 മറ്റോ ആണെന്ന് തോന്നുന്നു, എല്ലാവരുമായിട്ട് റവന്യൂ മന്ത്രി യോഗം വിളിച്ചു, ദുരന്ത സാഹചര്യം നേരിടാനുള്ള നടപടികളെല്ലാം ഉണ്ടാക്കി, വലിയ മഴ വരാൻ പോയാണെന്നുള്ള അറിയിപ്പ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു, എല്ലാം ഉണ്ടാക്കി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു. പിന്നെ എത്ര ഇത് കൊടുത്തെന്ന് പറഞ്ഞാലും, എത്ര മുന്നറിയിപ്പ് കൊടുത്തെന്ന് പറഞ്ഞാലും, എത്ര മുന്നൊരുക്കം എടുത്തെന്ന് പറഞ്ഞാലും, പ്രളയം ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, ഉരുൾപൊട്ടൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, ദുരന്തങ്ങളൊന്നും കൊടുങ്കാറ്റ് നമ്മളെ നിൽക്കുന്നില്ല. എൻ്റെ അടുത്തൊരു മുമ്പ് കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ ഒരു കാലാവസ്ഥ അവിടുത്തെ പഠന കേന്ദ്രത്തിലെ ഒരു അധ്യാപകനെ സംസാരിച്ചു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, പണ്ടൊക്കെ ഇങ്ങനെ ഈ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് നമ്മൾ കളിയാക്കുമായിരുന്നു. ഇപ്പോഴും സാറ്റലൈറ്റ് ഒക്കെ വെച്ച് നമ്മൾ നോക്കിയിട്ട് ഏതാണ്ട് ഇപ്പോൾ കൃത്യമാണ്, പണ്ടത്തെ പോലെ അല്ല. അദ്ദേഹം പറഞ്ഞത് എന്ത് സാറ്റലൈറ്റ് എന്താണെങ്കിലും ഈ കാറ്റിൻ്റെ ഗതി നിയന്ത്രിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. കാറ്റ് തീരുമാനിക്കും അങ്ങോട്ട് പോകണം, കാറ്റ് എങ്ങോട്ടാണ് മാറിപ്പോകുന്നത് അത് കാറ്റാണ് തീരുമാനിക്കണം. നമുക്ക് കാറ്റ് വഴിവിച്ചുവിടാനുള്ള ഒരു മാർഗ്ഗവും അല്ല. ഇപ്പോഴത്തെ പ്രവചനം എങ്ങനെയാ, കാറ്റിന്റെ ഒരു പിറവിയുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ പ്രവചിക്കുന്നത്. ഇന്ന ഭാഗത്ത് ഒരു ചെറിയ ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ട് അത് എത്രത്തോളം വലിപ്പം വെക്കും, അത് വലിപ്പം വെച്ചാൽ എങ്ങോട്ട് വീശും എന്നതിന് ഈ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അനാലിസിസ് ചെയ്തിട്ടായിരിക്കും ഇന്ന സ്ഥലങ്ങളിലൂടെ വീശാൻ സാധ്യതയുണ്ട്, ഇത് ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത്ര കിലോമീറ്റർ വേഗം ആർജിക്കും എന്ന് നമ്മൾ അതിലൂടെയാണ് റീഡ് ചെയ്തെടുക്കുന്നത്. മാത്രമല്ല ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ പേജിലേക്ക് ഞാൻ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു റിപ്പോർട്ടാണ്, ഒരു ഇന്റർനാഷണൽ റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് ഇന്ത്യയിലെ മൺസൂൺ വഴിമാറി പോയിരിക്കുന്നതാണ്, മൺസൂണിന്റെ ക്രമം തെറ്റി. ഇപ്പോൾ മൺസൂൺ ഈ എൽനിനോ പ്രതിഭാസമൊക്കെ വന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അല്ല, നമ്മുടെ ഭാവിയിൽ നമ്മുടെ സാമ്പത്തിക കാർഷിക മേഖലകളൊക്കെ തന്നെ ഈ കാലാവസ്ഥ പെട്ടെന്ന് മാറ്റം ഉണ്ടായത് ഈ മൺസൂൺ നമ്മളെ പറ്റിക്കുന്നു, അല്ലെങ്കിൽ മൺസൂൺ നമ്മളെ ചതിക്കുന്നു എന്നുള്ള സത്യമാണെന്നാണ്. മൺസൂൺ മാറിപ്പോയി, കാലാവസ്ഥ മാറിയിരിക്കുന്നു. മൊത്തം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷെ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്തായാലും. അല്ല, നമുക്കറിയാം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള 2 ജില്ലകളാണ് കൊല്ലവും തിരുവനന്തപുരവും. പക്ഷേ ഏറ്റവും കുറച്ച് മഴ പെയ്യുന്ന ജില്ലകളുമാണ് തിരുവനന്തപുരം, കൊല്ലവും. നമ്മൾ നോക്കിയാൽ അറിയാം, വടക്കൻ മലബാറിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, ഉത്തര കേരളത്തിലാണ് മഴ ഏറ്റവും കൂടുതൽ പെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ദുരന്തം വിതയ്ക്കുന്ന 3 ജില്ലകൾ, ഒന്ന് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം. ഈ പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോട്ടയത്തും പെയ്യുന്ന മഴയുടെ ആ ഒരു പ്രത്യാഘാതം കാരണമാണ് ആലപ്പുഴ ജില്ലക്കാർ അനുഭവിക്കുന്നത്. അത്രേ ഉള്ളൂ. അത് തന്നെ എറണാകുളത്തും കടലില്ല. എന്നാൽ കടലുള്ള ആലപ്പുഴയിലും എറണാകുളത്തും ഇത്രയും മഴയില്ല. അവിടെയാണ് നമ്മൾ വിചിത്രമായിട്ടുള്ള ഇത്. എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥ, ഈ കാറ്റുകൾ എങ്ങോട്ട് പോകുന്നു, അവിടെ മലനിരകളിൽ തട്ടിയാണല്ലോ ഈ മഴ പെയ്തത്. നമ്മൾ ചെറുപ്പകാലം തൊട്ടായി പറയാമല്ലോ, കടലിൽ നിന്ന് സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി മേഘമായി വരുന്ന കാറ്റിന്റെ സഹായത്തോടു കൂടി പോയി മലനിരകളിൽ തട്ടി മഴ പെയ്യുന്നു. പശ്ചിമഘട്ടത്തിൽ തട്ടിയാണ് കേരളത്തിൽ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരിടത്ത് ഇവർ വന്നിട്ട് സർക്കാരിന് ചെയ്യാവുന്ന എന്താണ്, ദുരന്തം ഉണ്ടായതിനു ശേഷം അതിനെ പുനരധിവസിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ക്യാമ്പുകളിൽ എത്തിച്ച് അവർക്ക് വേണ്ട സഹായം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് വിജയനായാലും സതീശനായാലും അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് നടപ്പിലാക്കേണ്ടത് ഇത് സതീശനോ പിണറായി വിജയൻ ഇറങ്ങിയെന്നല്ല അവിടെ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥന്മാരും സന്നദ്ധ സംഘടനകളും പൊതുപ്രവർത്തകരും ഒക്കെ കൂടെ ഒരുമിച്ച് തന്നെ നടക്കുള്ളൂ കാര്യം. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഇപ്പോഴും സംശയമുള്ളത്, നേരത്തെ വിശാഖം പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാർ അല്പം ചവിട്ടി പിടിക്കുന്നുണ്ട്. കാരണം കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ ചവിട്ടി പിടിക്കുന്നുണ്ട്. ഇതിനിടയ്ക്കൂടെ സ്വയം വെളുപ്പിക്കാൻ മാത്യു ടി തോമസ് വന്നു കണ്ടില്ലേ, ഡാം തുറന്നിട്ടാണോ ഇപ്പൊ വെള്ളം മുങ്ങിയെന്നുള്ള രീതിയിൽ അദ്ദേഹം രംഗത്ത് നല്ല കമന്റ് താഴെ വന്നിട്ടുണ്ട്. ഇതേ പരാമർശമായിട്ട് എം മണി പല ആൾക്കാരും രംഗത്ത് വന്നിട്ടുണ്ട്. അന്നത്തെ ഡാം തുറന്നു വിട്ടിട്ട് തന്നെയാണ്, എന്താണ് സംശയം? അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം വലിയ തമാശ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ റാന്നിയിൽ മുൻ MLA രാജു എബ്രഹാം. അദ്ദേഹം വന്നിട്ട് പറയാണ്, മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടു. മുന്നറിയിപ്പ് നൽകാൻ രാത്രിയിലാണ് റെഡ് അലേർട്ട് വരുന്നത്. എന്താണ്, പെട്ടെന്നാണ് കാലാവസ്ഥ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ കാറ്റ് പെട്ടെന്നാണ് മാറിയത്. ആ സമയത്ത് രാത്രിയിൽ 10 മണിക്ക് 11 മണിക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു, അത് കൊടുത്തില്ല. അതൊന്ന് അവർ പറയാണ്, മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നു വിട്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ രസം എന്താണെന്ന് അറിയാമോ? ഏറ്റവും വലിയ കോമഡി, ഇവർ പറഞ്ഞ ഈ മണിയാർ ബാരേജ് തുറക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നത്. ഈ മണിയാർ ബാരേജ് തുറന്നു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ 3 വർഷമായിട്ട്. എന്താണെന്നറിയോ, ഇവിടെ അറ്റകുറ്റപ്പണി നടക്കുകയാണ്. അതിലാകെ 7 ഷട്ടറാ ഉള്ളത്. അതിൽ 2 എണ്ണം ചെളി ഒഴുകി കളയാൻ വേണ്ടിയുള്ളതാണ്. ഇത് ജാം ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ട് 40 കൊല്ലമായി, ഇന്ന് വരെ അത് പൊക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉള്ളത് 5 ഷട്ടറാണ്. അത് 5 എണ്ണം തുറന്നു വെച്ചിരിക്കുകയാണ്. ഈ 5 എണ്ണവും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി തുറന്ന് ഇതിന്റെ വാലും എല്ലാം അഴിച്ചു മാറ്റി ചുമ്മാ തുറന്നിട്ടിരിക്കുക. അതുകൊണ്ട് എന്താ, മേളിൽ നിന്ന് വരുന്ന വെള്ളം നേരെ ഇതുവഴി കടന്നു പോരുകയാണ്.
ഈ ഡാമാണ് തുറന്നു വിട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടെന്ന് പറഞ്ഞ് ഇവർ ബഹളം വയ്ക്കുന്നു. എന്തെങ്കിലും പറയണേ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞ്. അല്ലെ, ഈ ചർച്ചയാണ് എനിക്ക് മനസ്സിലാകാത്തത്. വിജയൻ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ വേറെ വലിയ കോമഡി ഇതിന്റെ അടിയിലുണ്ട്. ഇതിന്റെ എല്ലാ അടി തെറിയോട് തെറിയാണ്. അല്ല മാത്രമല്ല, എന്നാ ഇപ്പൊ തന്നെ പിരിക്കാറങ്ങിയാണ്. വൈകുന്നേരത്തെ ലിസ്റ്റ് വായിച്ചാണ്. ആട്ടിൻകുട്ടിയെ വിറ്റ വകയിൽ 3000 രൂപ പറഞ്ഞ അദ്ദേഹം വായിച്ചാണ്. ഇതെല്ലാം കൊണ്ടുപോയി. അതാണ് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ചോദിച്ചത്. വിജയനായിരുന്നെങ്കിൽ മാനത്ത് മഴക്കാർ കാണുമ്പോഴേ സന്തോഷമാണ്. വിജയനും ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉണ്ടല്ലോ കളമശ്ശേരി, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സന്തോഷമാണ്. ഇത് വന്നിട്ട് വേണം പിരിക്കാൻ. ഉടനെ സാലറി ചലഞ്ചായി, മണിയായി, നേരെ എവിടെ ബിരിയാണി ചലഞ്ച്, ദുരിതാശ്വാസ നിധിയിലേക്ക്. ഇതുവരെ ഇവിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞോ നിങ്ങളുടെ സാലറി ഞാൻ പിടിക്കുമെന്ന്? ഈ സാലറി പിടിക്കാൻ നേരം ഈ അണ്ണന്മാരെല്ലാം എതിരായിരുന്നല്ലോ. ഏതാ ഈ പറഞ്ഞ ആശാന്മാരെല്ലാം എതിരായിരുന്നു. സാലറി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞവരെ അടിക്കുന്നു, പിടിക്കുന്നു, ബഹളം വയ്ക്കുന്നു, പിന്നെ അങ്ങനെ ചെയ്തുകളെ ഇങ്ങനെ ചെയ്തുകളെന്ന് പറഞ്ഞ് വിരുട്ടുന്നു. ഇതൊക്കെ അനുഭവിച്ചിട്ട് ഇപ്പം നിലവിൽ സത്യം പറഞ്ഞാൽ എന്താണ്, കൃത്യമായി കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ഓടുന്നുണ്ട്. നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മുടെ പുതിയ MLA-മാരുണ്ടല്ലോ അവിടെ ഈ ജില്ലകളിലുള്ള, അതെ, അവരെല്ലാം വളരെ സജീവമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഇപ്പൊ നേരത്തെ അബിൻ വർക്കിയുടെ കാര്യം പറഞ്ഞതുപോലെ അതിന് എല്ലാ അബിൻ വർക്കിയും പഴകുളം അതും ഫുൾ ടൈം ആ ഫീൽഡിലുണ്ട്. അവർ രണ്ടുപേരും അവിടെ ഫീൽഡിലുണ്ട്. ഒരു നല്ല അതിനൊപ്പം തന്നെ PC വിഷ്ണുനാഥ്, പത്തനംതിട്ട ജില്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ PC വിഷ്ണുനാഥ് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഊണും ഉറക്കം ഇല്ലാതെ അവിടെ ക്യാമ്പ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനിടയ്ക്ക് കൂടി അവിടെയും പിണറായി വിജയന്റെ PR തള്ള ഒത്തിരി നാളുകൾക്ക് ശേഷം മയങ്ങിപ്പോയ ഒരുപാട് സൈബർ കമ്മികൾ ഇന്നലെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ നമ്മളൊക്കെ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് കമന്റ് ഇടാൻ ഇവരെയൊന്നും ഇലക്ഷന് മുമ്പ് നൂറേ നിന്നവരെ ഈ ഇലക്ഷന് ശേഷം കുഴിയിൽ പോയ ടീമുകളാണ് ഇപ്പൊ പൊങ്ങി വന്നിട്ടുണ്ട്. എത്ര വൈറ്റ് വാഷ് അടിച്ചെന്ന് പറഞ്ഞാലും പിണറായി വിജയനെ വെളുപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ ഈ വെളുപ്പിക്കാനുള്ള തള്ളും കൊണ്ട്, പിണറായി വിജയന്റെ തള്ളും കൊണ്ട് വരുന്നതിന് അടിയിലെ കമന്റ് വായിച്ചാൽ മതി. നാട്ടുകാർ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു നിങ്ങൾ താഴത്തെ കമന്റ് വായിച്ചാൽ മാത്രം മതി. പിന്നെ തുടക്കമാണ്, പുതിയ സർക്കാരാണ്. അപ്പോൾ ഉടനെ ചാടിക്കറി ചെയ്യാൻ. മാത്രമല്ല ഇതിനകത്ത് അന്തം കമ്മികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനകത്ത് ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവരെ എല്ലാം പിടിച്ചു കഴിയുമ്പോൾ ഈ ഒരു പ്രളയം ഒരു പാഠമാകും. ഇതോടുകൂടി ഇത് നിരപ്പാകുകയും ചെയ്യും. എന്താണെങ്കിലും പിണറായി വിജയനെ തള്ളി മേളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി VD സതീശനെ എയറിലാക്കി ഇവർ ശ്രമം നടത്തിയായിരുന്നു. പക്ഷെ ആ എയറിൽ നിന്ന് VD സതീശൻ താഴെ ഇറങ്ങി. പകരം ബിജിലി മോനും പിണറായി സഖാവും ഇപ്പൊ എയറിലായി. ഇതിനെല്ലാം മറ്റന്നാൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം VD സതീശൻ കൃത്യമായ മറുപടിയും പറയും.